പണം, നെല്ല്, കുരുമുളക് എന്നിവ പിരിപ്പിക്കരുത്. കൂടാളിയിൽ നിന്ന് മിനിമേൽ പണം പിരിക്കരുത്. ജനങ്ങളിൽ നിന്ന് മിനിമേൽ പണം പിരിക്കരുത്. പിരിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. പിരിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. സരസ്വതിയും ലക്ഷ്മിയും ദുർഗയും ഒരുമിച്ച് അവതരിച്ചതായി ബങ്കിംചന്ദ്രന് തോന്നി. ഭുവന മനോമോഹിനിയായിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ അവളെ കണ്ടത്. സ്വാമി വിവേകാനന്ദനും അവൾ 33 കോടി ദേവതകളുടെയും അമ്മയായിരുന്നു. ഒരു പുൽക്കൊടിയായെങ്കിലും ഈ പുണ്യഭൂമിയിൽ വീണ്ടും ജനിക്കുവാൻ പൂന്താനം ഉള്ളിൽ പ്രാർത്ഥിച്ചു. ഇത് വക്കം അബ്ദുൽ ഖാദർ. നമുക്ക് ഇദ്ദേഹത്തെ കേരളത്തിന്റെ ഭഗത് സിംഗ് എന്ന് വിളിക്കാം. എനിക്കൊരു ആശ്വാസവചനവും നിങ്ങളോട് പറയാനില്ല. എന്നെ ഓർത്ത് ദുഃഖിക്കരുത്. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് ദൃക്സാക്ഷികളിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ മരണത്തിന് അർത്ഥവും പ്രസക്തിയും ഒന്നേയുള്ളൂ. തീർച്ചയായും ഈ രക്തസാക്ഷിത്വം
സ്വാതന്ത്ര്യ സമരാഗ്നിയിൽ എണ്ണ പറയാതിരിക്കില്ല. അസ്സലാമു അലൈക്കും. ഭാരത് മാതാ കീ ജയ്. ഈശ്വര ചൈതന്യം പരിലസിക്കുന്ന ജ്ഞാനത്തിൻ്റെ നാടായ ഭാരതഭൂവാണ് നമ്മുടെ അമ്മ. ജഗത്തിന് സത്യധർമാദികളുടെയും വിനയത്തിൻ്റെയും സുഗന്ധം നൽകിയ ചൈത്രോദ്യാനമാണ് ഈ ഭാരതം. ചരകനും ശുശ്രുതനും വൈദ്യരംഗത്ത് അത്ഭുതങ്ങൾ കാണിച്ച നാട്. ഭരതമുനി, വാത്സ്യായനൻ, ചാണക്യൻ, പാണിനി, കപിലൻ, ഭർതൃഹരി തുടങ്ങിയവരുടെ മേധാശക്തി വികസിപ്പിച്ചെടുത്ത നാട്. അത് ശതകോടി ജനതയുടെ അമ്മ.
തക്ഷശിലയും നേരവും ആകാശയാനത്തിന് യന്ത്രച്ചലൻ മുളയ്ക്കും മുമ്പ് കാവ്യകൽപ്പന പുഷ്പവിമാനം പറത്തിയത് ഇവിടെയാണ്. വാക്കുപാലിക്കാൻ സിംഹാസനം വിട്ടുടിഞ്ഞ് കൊടും ചുടലകാക്കാൻ ശിരസിൽ അഗ്നികിരീടം ചൂടിയ ഹരിശ്ചന്ദ്രന്റെ നാട്, കാരകത്തിന്റെ പര്യായമായ ശിവി ചക്രവർത്തിയുടെ നാട്, വിശ്വപ്രകാശം പരത്തിയ ആദിശങ്കരന്റെ നാട്, വിശ്വമാനവ സംസ്കാരത്തിന് വെളിച്ചം വീശിയ ടാഗോറിന്റെ നാട്, ഒരുമയുടെ മന്ത്രം മുഴക്കിയ ശ്രീനാരായണന്റെ നാട്, അതിലെ പരിപാവനമായ ഭാരതം. ഭാരതത്തിന്റെ സ്വത്വബോധം ആദ്യമായി അപകടപ്പെടുന്ന BC 327 ആണ്ടിലേക്ക് നാം കടന്നു ചെല്ലുക. മഹാനായി വാഴ്ത്തപ്പെട്ടിരുന്ന മാസിഡോണിയയിലെ രാജാവായ അലക്സാണ്ടറാണ് ആദ്യമായി ഭാരതത്തെ ആക്രമിച്ചത്. തുടർന്ന് നൂറ്റാണ്ടുകളോളം കവർച്ചയുടെയും ക്രൗര്യത്തിന്റെയും കൊടുങ്കാറ്റ് സിന്ധു നദീതടവും കടന്ന് ഭാരതത്തെ നിണമണിയിച്ചുകൊണ്ടേയിരുന്നു. അതെ, പടിഞ്ഞാറൻ പരദേശികൾ പവിത്ര ജനനിയെ പിടിച്ചുകെട്ടി. അതെ, അടിമത്തത്തിനെതിരായ ഉദ്യോഗപർവത്തിന്റെ സമാരംഭം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനങ്ങൾക്ക് മൃതികാഭയാനകം, മൃതികാഭയാനകം. ഇല്ല, ചോരയ്ക്ക് ചോര കൊണ്ട് പകരം വിട്ടു. എന്നിട്ടേ വിശ്രമമുള്ളൂ. നിർത്താൻ ഒരു കാര്യം അറിയുക, സ്വാതന്ത്ര്യവും സമത്വവും സ്വയംഭൂവല്ല. അറിയാം, പക്ഷേ ഇത് ഉപദേശിക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ സുജലയും സുഫലയും സസ്യശ്യാമമാണെന്ന് നീ പാടിപ്പുകഴ്ത്തുന്ന അമ്മ, സുഹാസിനിയും മധുര ഭാഷയുമെന്ന് നീ പറയാറുള്ള അമ്മ. ജ്ഞാനദാനം നൽകി ആരെയും ഞാൻ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള എന്റെ മക്കൾ ശരിയായിരിക്കാം, പക്ഷേ എന്റെ നേരെ വാളോങ്ങിയ കൈകൾ വെട്ടി താഴെയിടാതെ. നിർത്തതിന്റെ ജന്മം. നീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില നിനക്കറിയില്ല. ചരിത്രത്തിന്റെ ഇരുപടഞ്ഞ രീതികളിൽ ആത്മാർപ്പണം നടത്തിയ ധീര ദേശാഭിമാനികളുടെ ചോരമണം ശ്വസിക്കുന്നവർക്ക് മോചനത്തിന്റെ വിലയറിയും. പിറന്ന നാടിന്റെ സിരാപടലങ്ങളിൽ അതിക്രമിച്ചു കടന്ന് ആധിപത്യം സ്ഥാപിച്ച വിദേശ ശക്തികൾക്കെതിരെ ധീര ദേശാഭിമാനത്തിന്റെ ജ്വലിക്കുന്ന കരുത്തുമായി പോരാട്ടം നടത്തിയവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയും. അവരെ ഓർക്കുന്നവരും പിന്തുടരുന്നവരും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം
കൊണ്ട് ചരിത്രം കുറിച്ചവരാണ്. എന്നിലെ ജ്ഞാനവും അർത്ഥവും വിദേശികൾക്കെന്നും ആകർഷണമായിരുന്നു. വാളുകൊണ്ടും വാക്കുകൊണ്ടും നേടിയെടുക്കുന്നതിൽ അവർ വിജയം നേടുകയും ചെയ്തുവെന്നറിയില്ല. അമ്മേ, ഞങ്ങൾ അറിയുന്നു സ്നേഹം. മുമ്പേ പോയവർ പാടിയിട്ടുണ്ട് ആ മഹത്വം. ജഗത്തിന് സത്യധർമാദികളുടെയും വിനയത്തിന്റെയും സുഗന്ധം നൽകിയ ചൈത്രോദ്യാനത്തിലെ പൂക്കളാണ് ഞങ്ങളെന്ന് ഞങ്ങൾ അറിയുന്നു അമ്മേ. സുഗന്ധവിടവിനും മനമയങ്ങി നീലക്കടലകൾ ഭേദിച്ചു യവനരും റോമക്കാരും അറബികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും എന്നിലെത്തി. സഹ്യപർവ്വതത്തിന്റെ താഴ്വാരങ്ങളിൽ മനമിളക്കുന്ന സുഗന്ധവിളകളുടെ മണം പിടിച്ചു പോർച്ചുഗലിൽ നിന്നെത്തിയവരാണ് വാസ്കോ ഡ ഗാമയും സംഘവും. സന്ദർഭം ഏതായാലും അതിഥികളെ ഹൃദയം കൊടുത്ത് സ്വീകരിക്കുകയാണല്ലോ നമ്മുടെ ശീലം. അതിഥി ദേവോഭവ എന്നാണല്ലോ ഞങ്ങൾ പഠിപ്പിച്ചത്. യാത്രയുടെ ഒടുക്കം ഗാമിയും സംഘവും കാപ്പാട് കപ്പലിറങ്ങി. ഈ കർമ്മഭൂമിയിൽ കാണിച്ചു നിന്നവർ
ഞാൻ തന്നെ കുഞ്ഞാലെ മറിക്കാം. നീതിബോധമില്ലാതെ കച്ചവട സംഘത്തെ വീതിക്കാൻ അനുവദിച്ച നാടുവാഴിത്തത്തിനെതിരെ ഞാൻ വാദിച്ചിരുന്നു. വീരവടനെ അഭിമാനമുള്ള എന്റെ മക്കൾക്ക് എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയും? കോഴിക്കോട് കാലുകുത്തിയ ഗാന്ധിയെ എതിർക്കാൻ കോഴിക്കോടിന് തന്നെ ധീരപുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ തളരാത്ത ധീരത വീരോടെ ബാധിച്ചു. അടിമുഖത്ത് നമ്മുടെ കപ്പലിൽ പഴുതടച്ചു നിൽക്കണം. ശരി, പറങ്കികൾ പുഴയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. സമ്മതിക്കരുത്. സമ്മതിക്കില്ല. അഴിമുഖത്തിന്റെ ചുമതല നീയും ചിന്നാലിയും ഏറ്റെടുക്കണം. ശരി, അത്തരത്തിന്റെ രക്ഷ നമ്മെ അയക്കരുത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം എന്റെ ചുമതലയിലാണ്. പേടിക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം, വെള്ളിയാങ്കലിൽ നമ്മുടെ ആളുകൾ വേണം. അതും കപ്പലിൽ തമ്പടിച്ച് നിൽക്കണം. തരം കിട്ടുമ്പോഴൊക്കെ പറങ്കികളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പിന്നെ എല്ലാം വിചാരിച്ചതുപോലെ നടന്നാൽ ഇക്കുറിയിൽ തമ്പുരാനും പറങ്കികളും മടങ്ങേണ്ടി വരും. പടച്ചോൻ ആമതാക്കട്ടെ. സ്വാതന്ത്ര്യവും പവിത്ര സങ്കല്പങ്ങളും ചവിട്ടി വിധിക്കപ്പെടുന്നത് ഞങ്ങൾ സഹിക്കില്ല. അതെ, ഈ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. നേതാക്കന്മാരും രാജാക്കന്മാരും സാമന്തന്മാരും സാധാരണ ജനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചത് കേട്ടിട്ടുണ്ട്. കൊച്ചിയിലെ പാലിയത്തച്ഛന്റെയും തിരുവിതാംകൂറിലെ വേത്തമ്പിയുടെയും ലക്ഷ്യം പടിഞ്ഞാറൻ തീരത്ത് നിന്ന് പരദേശികളെ പിഴുതെറിയുക എന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും യുദ്ധകളത്തിലായിരുന്നു. വീരവാണ്ടിയ കട്ടവപ്പിന്റെ ശബ്ദം ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു. മാനത്തിൽ നിന്ന് മഴ പെയ്യും. തായ്നാട് വളരുന്നു. കപ്പം കൊടുക്കണമെങ്കിൽ തടവിലേക്ക് മനസ്സില്ല. എന്നെ പോലുള്ള എരപ്പാടിക്ക് കപ്പം തരാൻ മനസ്സില്ല. കുറിച്ചിനെയും കുറുമരെയും സംഘടിപ്പിച്ച് മലബാറിലെ കേരള സിംഹം എന്നറിയപ്പെട്ട വീര പഴശ്ശിരാജയുടെ ഗർജനം കേട്ട് വെള്ളക്കാരൻ നടുങ്ങിയ കഥ ഞാൻ കേട്ടു. പഴശ്ശിയും മറ്റ് ആയുധധാരികളായ അനുയായികളും കമ്പനിയെ ധിക്കരിക്കുകയും ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് കരംപിരിവിൽ വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. ഇയാളെ നന്നാക്കാൻ പറ്റാത്ത കുറ്റവാളിയായി പ്രഖ്യാപിച്ച് നാം കൽപ്പന പുറപ്പെടുവിക്കുന്നു. അടിച്ചമർത്തപ്പെടുന്നവരുടെ ആത്മരോഷം നിങ്ങൾ എന്ത് ആയുധം കൊണ്ട് നേരിടും സാഹിബേ? അഭിമാനിയായ ദേശസ്നേഹിയുടെ പോരാട്ട വീരത്തെ എത്ര കാലം നിങ്ങൾക്ക് ആയുധം കൊണ്ട് ചെറുത്ത് തോൽപ്പിക്കാനാവും? അടിമത്തത്തിൽ നിന്നും മോചനം, അതിന് മാത്രമേ എന്നെ നന്നാക്കാനാവൂ. അത് നേടിയെടുക്കുന്നത് വരെ ഞാൻ രണഭൂമിയിലായിരിക്കും. ഇംഗ്ലീഷുകാരുടെ ശക്തി അതെത്ര വലുതായാലും ശരി, എന്നാൽ കഴിയും വിധം അവർക്കെതിരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ും
എന്നെ മോചിപ്പിക്കാനായി വീര സന്തതികൾ യുദ്ധകളത്തിലിറങ്ങി. അവരുടെ സമരത്തെ കളിപ്പേരിട്ട് വിളിക്കാനായിരുന്നു ഇവിടെ എത്തിയവർക്ക് താല്പര്യം. പക്ഷേ 1757 സ്വാതന്ത്ര്യ സമരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുടെ അധികാരം കശക്കി കളഞ്ഞു. 1857 വിപ്ലവ ജ്വാലകൾ ആളിപ്പടർന്നപ്പോൾ പാട്നയിലെ നേതൃത്വ നിരയിലായിരുന്നു പീർ മുഹമ്മദ്. അവന്റെ അകമ്പൊഴിക്കുന്ന അന്ത്യശബ്ദം ഹൃദയമുള്ളവർക്ക് മറക്കാനാവില്ല. നിന്ദയുടെ പര്യായമായ വെള്ളക്കാരന്റെ കൊലമരത്തിന് ഒരു ഇര കൂടി. മരിക്കേണ്ടി വന്നതിൽ ദുഃഖം തോന്നുന്നുണ്ടോ മിസ്റ്റർ പീർ മുഹമ്മദ്? തീർച്ചയായും ഇല്ല. രക്ഷപ്പെടണമെന്ന് തോന്നുന്നുണ്ടോ മിസ്റ്റർ മുഹമ്മദ്? ഇല്ല. ജീവൻ നിലനിർത്തിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ചില ദുർബല നിമിഷങ്ങളുണ്ടാവും മനുഷ്യ ജീവിതത്തിൽ. ആത്മാഹുതി ചെയ്യണം എന്നാഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഇനി രണ്ടാമത്തെ തവണ എന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ണീരെന്തിനാണ് മിസ്റ്റർ മുഹമ്മദ്? സർ, ഒരു ദുർബല നിമിഷത്തിൽ പിതാവിന്റെ നെറ്റിന്റെ ചൂട് പകർന്നു കിട്ടിയില്ലെങ്കിൽ ഉറങ്ങില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന എന്റെ കൊച്ചുമകൻ മനസ്സിന്റെ വലയെ ഭേദിച്ച് കടന്നു വന്നു. എന്റെ കണ്ണുകളിൽ ഒരു പക്ഷെ താങ്കൾ കണ്ട നനവ് അതായിരിക്കാം. സർ, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, എന്നെ പോലെ പലരെയും. പക്ഷേ ആദർശം മരിക്കുമോ സർ? ഞങ്ങളെ പോലുള്ളവരുടെ ചോരയിൽ നിന്ന് 1000 ധീരന്മാർ ഇവിടെ ജനിക്കും. നിങ്ങളുടെ അന്ത്യം വരുമ്പോഴും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പീർ മുഹമ്മദ് ഒരു പ്രതിനിധി മാത്രമായിരുന്നു. നിരക്കാത്ത ആത്മശക്തിയുടെ അനിർവചനീയമായ ഒരു നാമം. അതെ, വിശ്വസിക്കാനാവാത്ത വിധമാണ് ബ്രിട്ടീഷുകാർ എന്റെ സന്തതികൾക്ക് നേരെ അക്രമം കാട്ടിയത്. മുന്നണി പോരാളികളായി സമരം നയിച്ചത് നാനാ സാഹിബ് താന്തിയ തോപ്പി, ഝാൻസി റാണി, കുമാർ സിംഗ്, അഹമ്മദ് ഷാ മൗലവി, അമരസിംഹൻ തുടങ്ങിയവരായിരുന്നു. ഇംഗ്ലീഷുകാരുടെ ആക്രമണം വളരെ ക്രൂരമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. തടവുകാരായി പിടിച്ച വിപ്ലവകാരികളെ കശാപ്പ് ചെയ്യാൻ അങ്ങാടിയിലെ മാംസക്കച്ചവടക്കാരെ കൂലിക്കെടുത്തെന്നും കേട്ടിട്ടുണ്ട്. അറുത്തു മാറ്റിയ എന്റെ പ്രിയ മക്കളുടെ തലയെണ്ണി കണക്കാക്കി ബ്രിട്ടീഷുകാരൻ അവർക്ക് കൂലി കൊടുത്തു. തൂക്കുമരമായി മാറാത്ത ഒരു തണൽ വൃക്ഷം പോലും വഴിവക്കിൽ എങ്ങും അവശേഷിച്ചില്ല. ഐശ്വര്യം നിറഞ്ഞ എന്റെ ഗ്രാമം അവർ അങ്ങനെ തന്നെ ഒടുക്കിക്കളഞ്ഞു. നിനക്കറിയുമോ, ഉത്തർപ്രദേശിലെ റോഹിൽകുണ്ട് എന്ന സ്ഥലത്തെ ഹരിയാനയിൽ മാത്രം ഒറ്റ ദിവസം കൊണ്ട് 243 വിപ്ലവകാരികളെ ജീവനോടെ കെട്ടിത്തൂക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു. പക്ഷേ പ്രതിഷേധം ബ്രിട്ടീഷുകാരന്റെ ബുദ്ധിക്കപ്പുറമായിരുന്നു. ദേശീയ രംഗത്തിലൊട്ടാകെ സ്വാധീനം ചെലുത്തിയ ആത്മീയവും സാംസ്കാരികവുമായ വമ്പിച്ച മുന്നേറ്റത്തിന്റെ കേന്ദ്രബിന്ദു ബംഗാളായിരുന്നു, അല്ലേ? 1905 ഒക്ടോബർ 16 50,000-ലധികം ഇന്ത്യ കുട്ടികൾ വന്ദിതമായ നാദത്തോടെ ബാലസാലയിൽ ഗംഗാസ്നാനം ചെയ്തു. ഗംഗാ വിഭജനത്തിനെതിരായി പ്രതിജ്ഞയെടുത്തു. പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്ത രവീന്ദ്രനാഥ്
വില്യം വൈലി സാഹിബിനെ കൊന്ന് കൊലവിളിക്കാൻ മനസ്സാക്ഷിയോട് മാത്രം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതായിരുന്നു അന്ന് ഇംഗ്ലണ്ടിലായിരുന്ന മദൻലാൽ നെഹ്റു. 1901 ജൂലൈ 1-നാണ് മദൻലാൽ തന്റെ ചിരകാല ലക്ഷ്യം നിറവേറ്റിയത്. കൈ തളർന്നതുകൊണ്ടോ ഉണ്ട തീർന്നതുകൊണ്ടോ അല്ല ഞാൻ വെടിനിർത്തിയത്. കൈവശം ഇനിയും ആയുധങ്ങളുണ്ട്. കണ്ടില്ലേ, കാലുറയിൽ മറ്റൊരു നിറത്തോക്ക്. ഇങ്ങോട്ട് നോക്ക് കടാരി. കർത്തവ്യം നിർവഹിക്കപ്പെട്ടു. രക്തത്തിന് വേണ്ടി മണം പിടിക്കുന്ന കാട്ടാളനല്ല ഞാൻ. നിർഭയനായി വന്നോളൂ. വരാ. 20 മിനിറ്റ് നേരത്തെ വിചാരണ. 1909 ആഗസ്റ്റ് 17 ലണ്ടനിലെ വില്യം സെന്റർ ജയിലിൽ മദൻലാലിനെ തൂക്കിക്കൊന്നു. ദുഃഖിതയായി പരവശയായി അടിമത്തത്തിന്റെ ചങ്ങലയ്ക്കുള്ളിൽ നരകിച്ചു കഴിയുന്ന ഭാരതമാണ് ഒരുപക്ഷെ എങ്ങനെ മന്ത്രിച്ചിരിക്കാം. മകനെ, ആരൊക്കെ നിന്നെ നിഷേധിച്ചാലും നീ എന്റെ മകനാണ്, ഭാരതപുത്രനാണ്. പിളർന്നു പോയി നിന്നിൽ ഉയർക്കളയു ഉസിർ കാട്ടു പിറക്കിൽ വരും നിൻ ഗർജനമതു കേട്ട് ഉണരട്ടെ ഈ ലോകം. അതിൽ നിന്നഗ്നിസമന്മാരാകും അഭിമന്യുക്കൾ പിറക്കും. കുശാഗ്രബുദ്ധിയുള്ള നായകന്മാർ നേതൃത്വം കൊടുക്കുന്ന പത്രങ്ങളിലൂടെ കൂടുതൽ ആസൂത്രിതവും ജനകീയവുമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന് വെള്ളക്കാരൻ മനസ്സിലാക്കിയിരുന്നു. അതെ, പ്രസ് നിയമം കൊണ്ട് ശ്വാസം മുട്ടിച്ചു കടത്തിൽ മുക്കിയും പത്രങ്ങളെ കയ്യോടെ കൊല്ലുക എന്നത് ബ്രിട്ടീഷുകാരന് നേരം പോക്കായിരുന്നു. ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന ബോധവാക്യവുമായി വന്ന വന്ദേ മാതരമായിരുന്നു പ്രധാന നോട്ടപ്പുള്ളി. പ്രസിദ്ധമായ വന്ദേ മാതര വിചാരണയ്ക്ക് തുടക്കമായി. പ്രോസിക്യൂഷൻ വിഭാഗം സാക്ഷിയായ വിപിൻ ബാബു അരവിന്ദ ബാബുവിനെതിരെ സാക്ഷി പറഞ്ഞില്ല. മജിസ്ട്രേറ്റ് കിങ് ഫോൺ വന്ദേ മാതര വികൃതികളെ കൈകാര്യം ചെയ്യാൻ കൽപ്പിച്ചു. ചിതറിയോടിയ ജനം വീണവർ മെതിക്കപ്പെട്ടു. പലരുടെയും
തലപൊട്ടി. സിയാൽദയിൽ നിന്ന് ആ വഴിക്ക് വന്ന സുശീൽ കുമാർ സെൻ അകലെ നിന്ന് ആ രംഗം കാണുകയായിരുന്നു. പിറ്റേന്ന് തന്നെ സുശീലിനെ കിങ് ഫോർഡിന് മുമ്പാകെ ഹാജരാക്കി. അച്ചടക്കം പഠിപ്പിക്കാൻ കുട്ടിക്ക് 15 ചാട്ടവാറടി കൊടുക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. കണ്ണിൽ ചോരയില്ലാത്ത, കരളിൽ അലിവില്ലാത്ത, കൈക്ക് അറപ്പില്ലാത്ത ആരാചാര്യത്തിൽ പഞ്ചാബിലെ സിംഹക്കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഭാരതഭൂമിക്ക് സ്വാതന്ത്ര്യത്തിന്റെ തീച്ചൂളയിൽ ഹോമിക്കാൻ വീരസന്തതികളെ പ്രസവിച്ച നാടാണ് പഞ്ചാബ്. പ്രതിഷേധാഗ്നി ആളിപ്പടർന്നതും അത് നിയന്ത്രിക്കാൻ വെള്ളക്കാരൻ റൗലറ്റ് ആക്ട് നടപ്പാക്കിയതും ചരിത്രമാണല്ലേ? ചരിത്രമല്ല, ഭാരതീയന്റെ സ്വാതന്ത്ര്യദാഹത്തിന്റെ തെളിനീരിലേക്കുള്ള ബ്രിട്ടീഷ് അഹങ്കാരത്തിന്റെ കാർക്കിച്ചു. ഇന്നത്തെ നിങ്ങളെപ്പോലായിരുന്നില്ല. പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബംഗാൾ, കേരളം എന്ന വകഭേദമില്ലായിരുന്നു. നദികളും വിളകളും എല്ലാവരുടേതുമായിരുന്നു. മലകളും തീരങ്ങളും എല്ലാവരുടേതുമായിരുന്നു. സർവോപരി എല്ലാവരും എല്ലാവരുടേതുമായിരുന്നു. ഒന്നിച്ചായിരുന്നു അവരുടെ സമരവും. പ്രതിഷേധ കൊടുങ്കാറ്റിരമ്പിയ ഭാരത മനസ്സിൽ സമര കാഹളങ്ങൾ കതിരിട്ടു. പാടുന്നു
വാൾകൊണ്ടെന്നതുപോലെ വായുണ്ടും പ്രതിയോഗി ലോകത്തെ ജയിച്ചൊരാ പൂർവികരുടെ രക്തം അല്പമെങ്കിലും സിരകളിൽ ബാക്കിയുണ്ടെന്നാലിൽ മാതാവിനൊഴിഞ്ഞിടുക ആത്മജീവിതം. പ്രിയ ഭ്രാതാക്കന്മാരെ, പാരിൽ ദൈവതമേതുള്ളു വേറെ? ഇല്ല ഇല്ല, വിടില്ല. ഏത് പാതാളത്തിൽ വിളിച്ചാലും വിടില്ല ഞാൻ. അമ്മേ, ആരുടെ ശബ്ദമാണത്? ഉത്തം സിംഗിന്റെ 1919 ഏപ്രിൽ 13 കേട്ടിട്ടുണ്ട്. വസന്തം വിരിയിക്കുന്ന പഞ്ചാബിലെ ഗോതമ്പ് പാടങ്ങളിൽ 10,000 തടിച്ചുകൂടിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അവരുടെ കൊയ്ത്തുത്സവമായിരുന്നു. ਭੰਗੜਾ ਪਾਏਂਗੇ ਸਾਰੇ ਤੇ ਆਈ ਬਸਾਖੀ ਬੱਲੇ 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 ਦੇਸ਼ ਦੀ ਸ਼ਾਨ ਪੰਜਾਬ ਹੈ ਯਾਰਾ ਹਰ ਬੰਦਾ ਇੱਥੇ ਦਿਲਦਾਰ ਹੈ ਯਾਰਾ ਦੇਸ਼ ਦੀ ਹਰ ਮੁਸ਼ਕਿਲ में हमने हर दम दी अपनी कुर्बानी। मेरे प्यारे देशवासियों, वक्त आ गया है जब हमें एकजुट होकर एक साथ कदम से कदम मिलाकर चलना होगा। दुश्मन के हर बात का मुकाबला डटकर करना होगा। दिमाग आराम करने का कतई नहीं है, हमें खुश रहने का अधिकार नहीं है। जब पूरे देश में हमारे भाई बहन दुराचारियों के अत्याचार से पीड़ित है, जागो, उठो और दुनिया को दिखा दो हम सब एक हैं, हम सब एक हैं, हम सब एक हैं, हम सब एक हैं। ഗോതമ്പ് കതിരുകളിൽ എന്റെ പൊന്നോമനകളുടെ രക്തം കട്ടപിടിച്ചു നിന്നു. തപ്തഭാഷ്പങ്ങളാൽ പ്രകൃതി നിശബ്ദമായി. പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഭരിച്ചിരുന്നു. പക്ഷേ അവൻ ഉദ്ധം സിംഗ് പകരം വീട്ടി. നിണന്നീട മഞ്ഞ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്റെ പൊന്നോമിന് മകൻ ചെയ്ത പ്രതിജ്ഞ നെഞ്ചിടിപ്പോടെ ഓർക്കുക. അമ്പരചുംബിയായ ഹിമവാന സാക്ഷി നിർത്തി, വിറഞ്ഞലിച്ചു നിൽക്കുന്ന ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി സിഖുകാരന്റെ, ഹിന്ദുവിന്റെ, മുസൽമാന്റെ റാം മുഹമ്മദ് സിംഗ് എന്ന ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരൻ ആരായാലും ഏത് പാതാളത്തിൽ ഒളിച്ചാലും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. വെടിയുണ്ട തുരുമ്പിക്കാതെ 21 വർഷത്തിന് ശേഷം എന്റെ മോൻ പ്രതിജ്ഞ നിറവേറ്റി. ലണ്ടനിലെ കാൻസ്റ്റൺ ഹാളിൽ വെച്ചു ഡയറിന്റെ കഥ കഴിച്ചു. 1940 ജൂൺ 10 അവനെ അവർ ലണ്ടനിലെ പെൻറ്റോൺവില്ല സെൻട്രൽ ജയിലിൽ അവനെ കൊന്നു. ധീരനായിരുന്നു അവൻ, ധീരനായിരുന്നു. പ്രതികാ
ധീരോദാത്തമായ കർമ്മം. ഇതുപോലെ തന്നെയുള്ള ഉജ്ജ്വലമായ അധ്യായം കുറിച്ചാണ് എന്റെ ഭാഗ്യം കടന്നുപോയത്. ഭാഗ്യമോ? അതെ, ഭാഗ്യം. ഭാഗ്യം എന്നർത്ഥം വരുന്ന ഭഗത് എന്നായിരുന്നു അവന്റെ പേര്. ഭഗത് സിംഗ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഭഗത്തിന് വയസ്സ് 12. സംഭവത്തെ പറ്റി അറിഞ്ഞ് ഭഗത് സ്കൂൾ വിട്ട് നേരെ പോയത് ഭാഗിലേക്കായിരുന്നു. ജാലിയൻവാല ബാഗിൽ നിന്ന് ശേഖരിച്ച് രക്തം പുരണ്ട മണ്ണ് ഒരു കുപ്പിയിൽ നിറച്ച് അതിൽ അവൻ പൂവിട്ട് പൂജിച്ചു. സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധിച്ച ലാലാ ലജ്പത് റായി നടു റോഡിലിട്ട് തല്ലിച്ചതച്ച വെള്ളപ്പട്ടാളത്തിന് അതേ നാണയത്തിന് മറുപടി നൽകിയ ഭഗത് സിംഗ് എന്നും ഒരു തീജ്വാലയായി. നിറത്തോക്ക് കൊണ്ട് സാങ്കേഴ്സിന് മറുപടി നൽകിയ ഭഗത് എന്നും ഒരു ആവേശമായിരുന്നു. മിസ്റ്റർ ഭഗത്, ഈ വിചാരണയുടെ അവസാന വേളയിൽ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഇല്ല. പറ്റുമെങ്കിൽ നിങ്ങളുടെ വെളുത്ത മേധാവിന്മാരോട് എത്രയും പെട്ടെന്ന് ഭാരതം വിട്ടുപോകാൻ കൽപ്പിക്കുക. കോടതിയോടാണ് സംസാരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുണ്ടല്ലോ. ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരെ ഭരിക്കാൻ ആരാണ് മിസ്റ്റർ നിങ്ങൾക്ക് അധികാരം തന്നത്? താങ്കളുടെ കോടതി എന്താണ് വിധിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. താങ്കൾ അല്പം പോലും കരുണ അർഹിക്കുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹിഷ്കരണം കൊണ്ട നിങ്ങൾക്ക് നാം കടുത്ത ശിക്ഷ തന്നെ വിധിക്കുന്നു. ഇയാളെ മരണം വരെ തൂക്കിലിടുക. ഓഹോ, നിങ്ങളുടെ വെളുത്ത മെയിൽ തൊട്ടപ്പോൾ നൊന്തു അല്ലേ? പട്ടികളെ പോലെ തെരുവുകളിൽ എന്റെ സഹോദരന്മാരെ തല്ലിച്ചതച്ചപ്പോൾ സാഹിബിന്റെ കോടതിക്ക് നിന്നില്ല. വെളുത്തവന്റെ ചോരക്കിന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വിധി നടപ്പാക്കുക. 1931 മാർച്ച് 23 തിങ്കളാഴ്ച ധീരനായ എന്റെ മകൻ മാതൃസ്നേഹം ജ്വലിക്കുന്ന മനസ്സോടെ വിധി സ്വീകരിക്കാനായി നിന്നു. കരയരുത്, എനിക്ക് വേണ്ടി ആരും കരയരുത്. എന്റെ ഭാരതത്തിന് വേണ്ടി ഇത്രയല്ലേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്ന് ഓർക്കുമ്പോൾ എനിക്കും ദുഃഖമുണ്ട്. അതെ, പ്രഭാതം മണിയാറായി. ഇനി കൈവിളക്കിന് പ്രസക്തിയില്ല. ഞാൻ ആ മഹാപ്രകാശത്തിൽ ലയിക്കട്ടെ. പക്ഷേ എന്റെ ചോര പൂക്കും. അതിന്റെ ഗന്ധം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ആവേശത്തെ ജ്വലിപ്പിക്കും. ഭാരത് മാതാ കീ ജയ്. ഇൻക്ലാബ് സിന്ദാബാദ്. സർ, അങ്ങ് ഭാഗ്യവാനാണ്. മാതൃഭൂമിന്റെ മോചനത്തിന് വേണ്ടി ഒരു ഭാരതീയൻ എത്ര കൃതാർത്ഥതയോടെയാണ് മരണം വരിക്കുന്നത് എന്ന് നോക്കിക്കാണാനുള്ള അവസരം താങ്കൾക്ക് ലഭിച്ചല്ലോ. ഇത്രയൊക്കെയായിട്ടും ആ ഭാഗ്യം എനിക്ക് കൈവന്നില്ല സർ. അവന്റെ ശരീരം
ജീവനിലേറ്റ മണ്ണിന് ദേശസ്നേഹത്തിന്റെ സുഗന്ധമാണ്. സ്മൃതികൾക്കുമപ്പുറം നിന്റെ നാമത്തിന്റെ സ്മൃതി പൂക്കും ഈ നാട്ടിലെന്നും. സ്മൃതികൾക്കുമപ്പുറം നിന്റെ നാമത്തിന്റെ സ്മൃതി പൂക്കും ഈ നാട്ടിലെന്നും. കഴുമരം തല താഴ്ത്തി നിൽക്കും നിന്റെ യുവധീരത പന്ത ഉയരും. കഴുമരം തല താഴ്ത്തി നിൽക്കും നിന്റെ യുവധീരത പന്ത ഉയരും. അത് നീളയാളിപ്പടർന്നൊരീ മണ്ണിലെ അരുണോദയങ്ങൾ പിറക്കും. അത് നീളയാളിപ്പടർന്നൊരീ മണ്ണിലെ അരുണോദയങ്ങൾ പിറക്കും. അരുണോദയങ്ങൾ പിറക്കും. സുഭാഷിനെ വിളിച്ചിരുന്നത് ചാടുന്ന കടുവ എന്നായിരുന്നു. ഭഗത്തിനെ തൂക്കിക്കൊന്നതറിഞ്ഞപ്പോൾ രോഷവും ദുഃഖവും കലർന്ന് അവൻ പറഞ്ഞു, ഭാരതത്തിന്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ സ്വാധീനം ചെലുത്തിയ വിപ്ലവ ചൈതന്യത്തിന്റെ പ്രതീകമായിരുന്നു സർദാർ ഭഗത് സിംഗ്. ആ ചൈതന്യം അജയ്യമാണ്. ആ ചൈതന്യം കൊളുത്തിയ അഗ്നിഗോളം കെട്ടടങ്ങുകയില്ല. യാതനയും മർദ്ദനവും അവസാനം തൂക്കുമരവും ധീരതയോടെ അദ്ദേഹം ഏറ്റുവാങ്ങി. എന്തിനു വേണ്ടി? എല്ലാം അമ്മയുടെ മോചനത്തിന് മാത്രം. ആ കിടിലം കുളിക്കുന്ന ശബ്ദം ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു. ഇന്ത്യയെ രക്ഷിക്കാനുള്ള ചുമതല നിങ്ങളുടെയും എന്റെയും കൈകളിലാണ്. നമ്മുടെ ശത്രു ഭീകരനാണ്. അവരെ തുരത്തിയോടിക്കാൻ സമാധാന മാർഗമല്ല, ആയുധമാണ് വേണ്ടത്. ഇല്ല, നാം പരാജയപ്പെടില്ല. ഓരോ ഭാരതീയനും ഓർക്കട്ടെ, എനിക്ക് നിങ്ങൾ രക്തം തരിക, പകരം ഞാൻ സ്വാതന്ത്ര്യം തരാം. എനിക്ക് നിങ്ങൾ രക്തം തരിക, പകരം ഞാൻ സ്വാതന്ത്ര്യം തരാം. അന്ന് നിങ്ങൾ നടത്തുന്നത് പോലുള്ള അർത്ഥശൂന്യമായ യാത്രകളായിരുന്നില്ല. എന്റെ നെഞ്ചെടുപ്പ് കേട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും അവൻ തിരിച്ചു വന്നു. സഹന സമരത്തിന്റെ പുതിയ പാഠം പകർന്നു കൊടുത്തു. ബോധമൊക്കെ നിലംപതിക്കുമ്പോഴും ഉപ്പിൻ തൈകൾ ചിതറിപ്പോകാതിരിക്കാൻ കൈമുഷ്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതെ, ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറി.
സത്യത്തിന്റെ അമൃത പഞ്ചാക്ഷരത്തെ മൺമറഞ്ഞവർ പിതൃസ്ഥാനം നൽകിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ചിന്താധാര, ആ മൗനത്തിന്റെ ശക്തി സാമ്രാജ്യാധിപത്യത്തിന്റെ അകത്തളം പോലും പ്രകമ്പനം കൊള്ളിച്ചു. എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഉടനെ വേണം. അടുത്ത സൂര്യോദയത്തിന് മുമ്പ് ലഭിക്കുമെങ്കിൽ അത്രയും വേഗം. അതിനായി നമുക്ക് ഗർജിക്കാം. ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ. ഈ യുദ്ധഭൂമിയിൽ നിന്ന് നമുക്ക് പിന്മാറിക്കൂടാ. അതിനായി ഞാനൊരു ശക്തിമന്ത്രം നിങ്ങൾക്ക് നൽകുന്നു. സ്നേഹത്തിൻ്റെയോ ആത്മാവിൻ്റെയോ ശക്തിയോട് താരതമ്യം ചെയ്യുമ്പോൾ ആയുധ ശക്തി ഒന്നുമല്ല. ഇതറിയുക, എന്നിട്ട് കർമ്മപദത്തിൽ ഇറങ്ങുക, പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. Do or die. Do or die. അതെ, ഇന്ത്യ വിടുക എന്ന മഹാത്മയുടെ സമര നിർജ്ജനവും നേതാജിയുടെ ജയ് ഹിന്ദ് എന്ന ഏകീകരണ മന്ത്രവും ഒത്തുചേർന്നപ്പോൾ ഈ പുരാതന രാഷ്ട്രത്തിന്റെ വിദ്യുത് ചൈതന്യം അവ്യക്തമായി. വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സ്ഥിരാകേന്ദ്രമായ ഫ്രീ ഇന്ത്യ സൊസൈറ്റിക്ക് രൂപം നൽകിയ വിനായക ദാമോദർ സവർക്കർ ഒരു സമര ഗർജനമായിരുന്നു. വിദേശീയരായ ഇന്ത്യക്കാർ പോലും നിന്ദയോടെ വീക്ഷിച്ച ശിപ്പായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് സവർക്കർ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, 1910 ഇംഗ്ലണ്ടിൽ വെച്ച് അറസ്റ്റ്. അവനെ വെള്ളക്കാരൻ അറസ്റ്റ് ചെയ്തു. സമുദ്രയാത്രക്കിടയിൽ കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച വീര സവർക്കറെ വിചാരണയ്ക്ക് ശേഷം അന്തമാനിലേക്ക് നാടുകടത്തി. 1942 ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ കൽപ്പിക്കുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്നെ മോചിപ്പിക്കാനുള്ള സമരത്തിൽ ഒരു നാഴികക്കല്ലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം. ജവഹർ അവതരിപ്പിച്ച പ്രമേയം പട്ടേൽ പിന്താങ്ങി. ഫെബ്രുവരി 19 ബോംബെയിൽ 5000-ൽ പരം നാവിക ഭടന്മാർ ബ്രിട്ടീഷ് ഓഫീസർമാരെയും പട്ടാളക്കാരെയും ആക്രമിച്ചു. അതെ, 2 നൂറ്റാണ്ട് എന്റെ മക്കൾ യുദ്ധം ചെയ്തു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നിങ്ങൾക്ക് ലഭിച്ചതാണ് ലക്ഷക്കണക്കിന് ധീരവീര സന്തതികളുടെ ജീവന്റെ വിലയായിരുന്നു, പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു. അന്നവിടെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ അധീശത്തിന്റെ യൂണിയൻ ജാക്കിന് പകരം എന്റെ പതാക സ്വാതന്ത്ര്യത്തിന്റെ നീലാംബരം ചുംബിക്കാൻ വിഹായസിലേക്ക് ഉയർന്നു.
പക്ഷേ അമ്മേ, മഹാത്മജിയുടെ അഭാവം. അതെ, ആഘോഷത്തിന് മങ്ങിലേൽപ്പിച്ചു. മോഹൻദാസ് കരംചന്ദ് അർദ്ധരാത്രിയിൽ ബംഗാളിലെ വിദൂര ഗ്രാമമായ നവഖാലിയിലേക്കുള്ള യാത്രയിലായിരുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം ബ്രിട്ടീഷുകാരൻ ഒരു തീരാ ദുഃഖം കൂടി സമ്മാനിച്ചു. എന്റെ ഹൃദയം വെട്ടിമുറിച്ചു കളഞ്ഞു. എന്റെ തെറിച്ച സന്തതി, ജിന്ന മുഴക്കിയ ക്രൂരമായ ഭീഷണി ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല. ഞങ്ങളുടെ രീതിയിൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇവിടെ വർഗീയ കലാപമുണ്ടാകും. രക്തപ്പുഴയൊഴുകും, ഇന്ത്യൻ നദികളിൽ ചോരയൊഴുകും, ഗംഗയിലും യമുനയിലും സിന്ധുവിലും ഹിമാലയൻ കാടുകളിലെ ചവറുകൾക്ക് പകരം കബന്ധങ്ങൾ ചിതറിയൊഴുകും. അമ്മേ, കർമ്മയോഗിയായ മഹാത്മജിയുടെ സൃഷ്ടിപരമായ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ജിന്നയുടെ വിഭജിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്ന സംഹാരത്തിന്റെ ആഹ്വാനവും അത് തന്നെ സംഭവിച്ചു. വിഘടനവാദികളുടെ നിരാർദ്രമായ വർഗീയവാദം എന്റെ അംഗഭംഗത്തിന് കാരണമായി. എന്റെ പിഞ്ചോമനികളുടെ നെഞ്ചകം പിടഞ്ഞു. അതെ, ഭാരതവർഷത്തിൽ ലക്ഷക്കണക്കിന് പ്രേമിക്കുക ഒരൊറ്റ രാത്രി കൊണ്ട് ഭാരത വിരുദ്ധ രാജ്യത്തിലെ പ്രജകളായി മാറി. സിന്ധു അവൾ കന്യയായി. ഒരു മനുഷ്യ മഹാസമുദ്രം തന്നെ കടപുഴകി. വെട്ടിമുറിക്കപ്പെട്ട ഭാരതത്തിന്റെ ഹൃദയത്തിൽ ചുവരക്തം മനസ്സില്ല മനസ്സ് നാടും വീടും തിരിക്കാൻ വിധിക്കപ്പെട്ട അഭിശപ്തമായ ഏതോ ജന്മദുഃഖത്തെ വിഭജനത്തിന്റെ വിഷമുള്ളുകൾ ഏറ്റുപിടിയുന്ന ദുരന്ത ഭൂമിയിലൂടെ സഹിഷ്ണുതയുടെ മധുരം പുരട്ടാൻ ചോര പൊടിയുന്ന കാലുകളിലെ നോവ് സഹിച്ചുകൊണ്ട് മനുവിന്റെയും ആഭയുടെയും മുതുകുകളിൽ പിടിച്ചുകൊണ്ട് മാറി മാറിയാണ് നടന്നു. സമാധാനത്തിന്റെ ദൂതമായി കർമ്മപഥങ്ങളിൽ ഭഗവത്ഗീതയുടെ അമൃത തീർത്ഥവുമായി കരതരാമലകം പോലെ ഭാരതത്തെ കണ്ട കൃഷിഗാത്രൻ ഇന്ത്യയുടെ ആത്മാവിനെ തുടർന്ന് ഗ്രാമീണരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കടന്നു. 1948 സായന്തനം ഗാന്ധിജി പ്രാർത്ഥനാ യോഗത്തിലേക്ക്
കെട്ടുപോയി സൂര്യൻ നട്ടുച്ചയ്ക്കിരുട്ടായി കെട്ടുപോകില്ലീ സൂര്യൻ ഭാരതത്തിൻ രഥയിൽ ചിത്രവർണ്ണ വിളക്കുവയ്ക്കും യുഗങ്ങൾ തോറും. My uniform experience has convinced me that there is no other God than true. I can say with assurance, as a result of all my experience, that a perfect vision of truth can only follow a complete realization of ahimsa. I have nothing new to teach the world. Truth and non-violence are as old as the hills. Truth and non-violence are as old as the hills. As old as the hills. സ്വാതന്ത്ര്യം ലഭിച്ചു, സ്വരാജ്യവും ലഭിച്ചു. എന്നാൽ ഈ രാഷ്ട്രം കാണിക്കുന്ന സഹിഷ്ണുതയ്ക്ക് മേലെ, മഹത്തായ ജ്ഞാനത്തിൻ്റെയും നാടിനു മേലെ അയൽക്കാരുടെ സ്വരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. വൈവിധ്യങ്ങളിലെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന, അഭിമാനിക്കുന്ന ഈ നാടിന് വർഗീയ വൈരം മൂലം നഷ്ടപ്പെട്ടത് വിലപിടിച്ച ജീവനുകളായിരുന്നു. ആണവായുധങ്ങളാൽ ചുറ്റപ്പെട്ട അതിർത്തിയുള്ള രാജ്യമാണ് ഭാരതം. ബാഹ്യമായും ആന്തരികമായും ശക്തിയുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. 1974 ആദ്യ അണുപരീക്ഷണം സമാധാനത്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ, ബുദ്ധൻ വീണ്ടും ചിരിച്ചത് രാഷ്ട്ര സുരക്ഷ മുൻനിർത്തി തന്നെയാണെന്ന് പറയാൻ ഭാരതം ഇന്ന് കരുത്താർജിച്ചു. തലങ്ങും വിലങ്ങും ഒഴുകുന്ന നദികൾ, അതുല്യമായ വനസമ്പത്ത്, ജഗത്തിന് തന്നെ പ്രകാശമായ ജ്ഞാനസമ്പത്ത്, അഭിമാനമുള്ളൊരു ജനത, ഇതാണ് അയൽക്കാരുടെ അസൂയയ്ക്കുള്ള കാരണം. തകർന്നടിയുന്നൊരു ഭാരതം സ്വപ്നം കണ്ട അവർ നമ്മുടെ മലമുകളിലും അഭിമാന സ്തംഭങ്ങളിലും സ്ഥാപനങ്ങളിലും കടന്നു കയറാൻ ശ്രമിച്ചു. പക്ഷേ ധീരസന്തതികളെ ബലികൊടുത്താണെങ്കിലും നമ്മൾ ഈ നാടിന്റെ കരുത്തു കാത്തു. പ്രാണനാ അഗ്നിജ്വാലാബാണവും തൊടുത്തുകൊണ്ടാ നിൽപ്പിൽ നിൽക്കും നിന്റെ വീര പൗരുഷദീപ്തി അഭിമാനോത്ഫുല്ലമാം കണ്ണുകളാൽ ഭാരതോർമ്മി അഭിമന്യുവിൽ പണ്ട് കണ്ടതിന്നോർമ്മിക്കുന്നു.
വിശാലമായ ഈ നാടിന്റെ അതിൽ കാക്കാൻ നമ്മുടെ സഹോദരന്മാർ രാപ്പകൽ ജാഗ്രത പാലിക്കുന്നു. ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും അധ്യാപകരും വിദ്യാർത്ഥികളും ലോകോത്തര കലാകാരന്മാരും സാഹിത്യ നായകന്മാരും നമുക്കുണ്ട്. തേജസ്സാർന്ന പാരമ്പര്യവും ചരിത്രവും നമുക്കുണ്ട്. ഇനി നമ്മൾ ഉണർന്നേ പറ്റൂ. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അതെ, ഇന്ന് ലോകം നമ്മെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ശ്രേയസ്സിനു വേണ്ടി പ്രപഞ്ചം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശബ്ദത്തിനു വേണ്ടി ലോകം കാതോർക്കുന്നു. അതെ, ഈ നൂറ്റാണ്ട് നമ്മുടേതാണ്. നൂറ്റാണ്ടിന്റെ ശബ്ദം ഭാരതീയൻ്റെതാണ്. ഒരു നവഭാരത സൃഷ്ടിക്കായി നമുക്ക് പരിശ്രമിക്കാം. രഥപ്രയാണത്തിന് ഊർജ്ജമായി നമുക്ക് വഴികാട്ടിയായി മഹാത്മാക്കളുടെ ജീവിത സന്ദേശങ്ങളുണ്ട്. ജീവൻ കൊടുത്ത് മഹാത്യാഗികൾ നേടിത്തന്ന സ്വാതന്ത്ര്യ പതാക അനന്തവിഹാരത്തിലേക്ക് ഉയർന്നുയർന്നു പറക്കട്ടെ. जननी जन्मभूमिश्च स्वर्गादपि गरीयसी. ധീരതയുടെയും ത്യാഗത്തിന്റെയും പരിശുദ്ധിയുടെയും സമ്പുഷ്ടിയുടെയും പ്രതീകങ്ങളായ വർണ്ണങ്ങൾ